ആ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒരു മാറ്റമിടം ഉണ്ടാവും. കുടിക്കാൻ വെള്ളം കിട്ടും, പഠിക്കാൻ സ്ഥാപനം ഉണ്ടാവും. പൂട്ടിപ്പോയ സ്ഥാപനം ഏതെങ്കിലും തുറക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. 150 ഏക്കർ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇവിടെ എറ്റനാലിൽ 75 ഏക്കറ, ബേപ്പൂരിൽ കിൻഫ്രയിൽ 25 ഏക്കറ, കടലുണ്ടിയിൽ 45 ഏക്കറ. 150 ഏക്കറിലധികം ഭൂമി കൈവശം വെച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ ഒരു കോളേജോ ഒരു ഇൻഡസ്ട്രിയോ ഒരു IT പാർക്കോ നിർമ്മിക്കാൻ ഒരു നിമിഷം പോലും ചെലവഴിക്കാത്ത ഈ ജനവിരുദ്ധരായ നേതാക്കന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബേപ്പൂരിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടാവണം. 5 കൊല്ലത്തിൽ ഒരിക്കലാണ് തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അവരെ മാറ്റി പുനഃസ്ഥാപിക്കാൻ വോട്ടർമാർക്ക് രാജ്യത്തിന്റെ ഭരണഘടന നൽകിയ അധികാരം കഴിഞ്ഞ 50 വർഷമായി ഉപയോഗിക്കാത്ത ജനതയാണ് ബേപ്പൂരിലുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ ആലോചിച്ചു. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ 6ാമതാണ് നമ്മുടെ നമ്പർ. 6ന്റെ നേരെ കിടക്കുന്ന ഗ്യാസ് സിലിണ്ടറിൽ വോട്ട് ചെയ്ത് ഈ ജനാധിപത്യ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന്, നിങ്ങൾ കാണിച്ച കടപ്പാടിന് നിങ്ങളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.